നമസ്കാരമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂട്ടുകാരന്മാരെ. ഞാനിപ്പോൾ ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് വന്നു. അതായത് കേരളത്തിൻ്റെ നല്ലവനായ ഉണ്ണി, നമ്മുടെ നിലമ്പൂർ MLA PV അൻവർ. PV അൻവർ സാഹിബ് എന്ന് പറയണോ, സഹാബ് എന്ന് പറയണോ, അല്ലെങ്കിൽ എന്താണ് സഖാബ് എന്ന് പറയണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നല്ലവനായ ഉണ്ണിയാണ്. ഈ നല്ലവനായ ഉണ്ണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നല്ലവനായ ഉണ്ണിയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പറഞ്ഞവനൊന്നില്ലെങ്കിൽ കള്ളക്കടത്തുകാരനാവും, ഇല്ലെങ്കിൽ അവൻ പെണ്ണുപിടുത്തക്കാരനാവും, ഇല്ലെങ്കിൽ അവൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരനാവും, ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ മറ്റു പല തരത്തിലേക്കും, അല്ലെങ്കിൽ തെറി പറയും. ഈ നല്ലവനായ ഉണ്ണിയുടെ പ്രത്യേകതയാണ്. വളരെ സഹതാപം തോന്നുന്നു നിലമ്പൂര് ഉള്ള വോട്ടർമാരോട്. ഇവനെ ജയിപ്പിച്ച, ഈ ഊളയെ ജയിപ്പിച്ച നിലമ്പൂരിലുള്ള വോട്ടർമാരോട് വളരെ സഹതാപം തോന്നുന്നു. ഇത്ര വൃത്തികെട്ടവൻ. ആകെ ഇവനിക്ക് നല്ലവനായിട്ടുള്ള ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ. അതായത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിനെ മാത്രം പുള്ളിക്കാരൻ വളരെ മാന്യമായ രീതിയിൽ അഭിസംബോധന ചെയ്യും. ബാക്കി എല്ലാവരും കള്ളന്മാരും കൊള്ളക്കാരും പെണ്ണുപിടിയന്മാരും ഒക്കെയാണ്. ഇവനിക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. ഒന്ന്, ഇവന്റെ നാട്ടുകാരുടെ സ്ഥലം കയ്യേറി അവരെ ഭീഷണിപ്പെടുത്തി കയ്യേറുക. രണ്ട്, ഒരു മല അങ്ങനെ തന്നെ വെട്ടിപ്പിടിച്ച് അതിന്റെ പൊക്കത്ത് അമ്യൂസ്മെന്റ് പാർക്ക് കെട്ടി അതിന്റെ ഹൈക്കോടതി വിധി കിടപ്പുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. സ്വർണ്ണക്കടത്ത് വേറെ ഉണ്ട്, മയക്കുമരുന്നിന്റെ കടത്ത് വേറെ ഉണ്ട്. ഇവനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു സംഭവവും ഇവിടെ കേരളത്തിലെ സ്റ്റേറ്റ് പോലീസിന് ചെയ്യാനായിട്ടില്ല. കാരണം സ്റ്റേറ്റ് പോലീസ് എങ്ങാനും ഇനി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ അപ്പോൾ പറയും, ഞാൻ വളരെ നല്ലവനായിട്ടുള്ള ഉണ്ണിയാണ്, ഞാൻ ഇവിടുത്തെ സംരക്ഷകനാണ്, കേരളത്തിന്റെ സ്ത്രീകളെ സംരക്ഷിക്കുന്നവനാണ്. എടാ വൃത്തികെട്ടവനെ, നല്ലവനായ ഉണ്ണി PV അൻവറെ, നീ പാലക്കാട് ഒരു പിഞ്ചു കുഞ്ഞിനെ തൂക്കിക്കൊന്നതും 3-4 പേരും കൂടി തൂക്കിക്കൊന്നതും നീ അറിഞ്ഞായിരുന്നു? അന്ന് നിന്റെ തൊള്ള എവിടെയായിരുന്നു? അന്ന് നിനക്ക് നല്ലത് പറയാനുണ്ടായിരുന്നില്ലേ? എത്രയോ പെണ്ണുങ്ങളെ ഇവിടെ പൊതുസ്ഥലത്തിട്ട് മർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും നിനക്ക് തൊള്ളയില്ലേ? നിന്റെ തൊള്ളയിൽ എന്തെങ്കിലും പെറ്റി കിടപ്പുണ്ടോ? ഇവന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അവന്റെ രീതിയിൽ നിന്നിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ വൃത്തികെട്ടവന്റെ അടുത്ത്, ഈ കള്ളക്കടത്തുകാരന്റെ അടുത്ത്, ഈ പെണ്ണുപിടിയന്റെ അടുത്ത്. ഇവനിക്കെതിരെ ആരും ഒന്നും പറയാൻ പാടില്ല. മര്യാദക്ക് ജോലിയും വേലയും എടുത്ത് കഴിയുന്ന ആളുകൾ, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ. അവർ അഭിപ്രായ സ്വാതന്ത്ര്യം പറയും. നീ അഭിപ്രായ സ്വാതന്ത്ര്യം പറയുമ്പോൾ നീ ആരാടാ? അവരുടെയൊക്കെ അപ്പനും മുത്തിക്കും തീട്ടവെള്ളം ഒഴിക്കാനും മറ്റേത് ഒഴിക്കാൻ വേണ്ടി പോകാനായിട്ട് നിന്നെ ആരാണ് ഇത് ഏൽപ്പിച്ചേക്കണം? നിന്നെ ആരാ ഇത് ഏൽപ്പിച്ചേക്കണം? ഈ വൃത്തികെട്ടവനെ ആരാണ് കയറൂഴി വിട്ടേക്കണം? കേരളത്തിലെ ജനങ്ങളുടെ കംപ്ലീറ്റ് സ്വത്തുകൾ, കുട്ടികളുടെ സ്വത്തുകൾ എല്ലാം ഈ വൃത്തികെട്ടവൻ, ഈ മയക്കുമരുന്ന് കച്ചവടക്കാരൻ, ഈ പെൺവാണിഭക്കാരൻ, ഈ ഭൂമാഫിയക്കാരൻ, ഒരുപാട് അലിഗേഷൻസ് കിടക്കുന്നത്. ഇവനിക്കെതിരെ അന്വേഷിക്കാനായിട്ട് ആരുമില്ല. ഇവന് ആർക്കെതിരെ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം, ആരെ എങ്ങനെ വേണമെങ്കിലും ഭീഷണിപ്പെടുത്താം. നീടെ വൃത്തിയിട്ടവനെ എനിക്ക് പോലും വെറുപ്പാണ് നിന്നോട് സംസാരിക്കാൻ, നിന്റെ പേരെടുത്ത് പറയാനായിട്ട്. അതുകൊണ്ടാണ് നിന്നെ നല്ലവനായ ഉണ്ണിയായത്. ഇനി നീ അറിയപ്പെടാൻ പോകുന്നത് കേരളത്തിന്റെ നല്ലവനായ ഉണ്ണി PV അൻവർ, നിലമ്പൂർ MLA നല്ലവനായ ഉണ്ണി PV അൻവർ എന്നുള്ള നിലയിലായിരിക്കുള്ളൂ. ഇവന്റെ അടുത്ത് കുറെ നാളായി ഇവനോട് 2 പറയണം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറയണമെന്ന് ഓർത്തു. പക്ഷെ ഇവനെ കിട്ടൂല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ബൈ.